ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് വളരെയധികം ഒരു ഇഷ്ടത്തിലാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് പാർട്ണർ തന്നെയാണോ അതോ ഈ ഒരു വ്യക്തി നിങ്ങളെ കാർമിക് ലെസൺ പഠിപ്പിക്കുവാനായിട്ട് വന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളൊരു കണ്ടെത്തലാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആണോ അതോ കാർമിക് ലെസൺ പഠിപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്ന വ്യക്തിയാണോ. നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആണോ അതോ കാർമിക് ലെസൺ പഠിപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്ന വ്യക്തിയാണോ. എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്നത് 8 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നു. അതുപോലെ തന്നെ ആദ്യം നിങ്ങൾക്ക് വളരെയധികം കെയർ, അതുപോലെ തന്നെ ഒരു സ്നേഹം ഇതൊക്കെ തന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം വാഗ്ദാനങ്ങൾ തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നിങ്ങളോട് വളരെയധികം ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് 8 ഓഫ് സോർട്സ് ആണ്. നിങ്ങളൊരു കുടുങ്ങിയ അവസ്ഥ കാണിക്കുന്നുണ്ട്. അതായത് ഇതിൽ നിന്ന് പുറത്ത് കടക്കുവാനും വയ്യ. ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ, അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മറക്കുവാനും വയ്യ. ആ ഒരു എനർജിയിലൂടെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഏത് സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി എന്താണ് എന്നെ വിളിക്കാത്തത്, അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്താണ് എന്നിൽ നിന്നും ഈ ഒരു സമയത്ത് മാറി നിൽക്കുന്നത് എന്നുള്ള ചിന്തയിൽ നിങ്ങൾ അകപ്പെട്ടു പോയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആരോട് സംസാരിക്കുവാൻ വയ്യ. അതായത് മറ്റുള്ള വ്യക്തികളുണ്ട്, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അവരോട് പോലും നിങ്ങൾക്കിവിടെ സംസാരിക്കുവാൻ വയ്യാതെ ഒരുപക്ഷെ നിങ്ങൾ ഒരു റൂമിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആണോ അതോ കാർമിക് ലെസൺ പഠിപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്ന വ്യക്തിയാണോ. എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നമുക്ക് നോക്കാം. കിങ് ഓഫ് വാൺസിന്റെ എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം തുടക്ക സമയത്ത് വളരെയധികം ഒരു സ്നേഹം, അതായത് അത് സ്നേഹമാണ്, ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ഒരു നോയാണ് ഉത്തരം കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ അത്തരത്തിലുള്ള രീതിയിൽ വിശ്വസിച്ചിരുന്നു എന്നതാണ് സത്യം. അതായത് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി പലതരത്തിലുള്ള വാക്കുകൾ, ഈ ഒരു വ്യക്തിയുടെ സംസാര രീതി നിങ്ങളെ വളരെയധികം ആകർഷിച്ചിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത കെയർ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും കിട്ടിയിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു പോയി, വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയി എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം, നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ഒരു വ്യക്തി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആണോ അതോ കാർമിക് ലെസൺ പഠിപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്ന വ്യക്തിയാണോ. 7 ഓഫ് കപ്സിന്റെ എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ആ ഒരു വ്യക്തി, നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് പറയുന്നത്. അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവർക്ക് വെറും ഒരു ഓപ്ഷൻ, അതായത് ഒരുപാട് ഓപ്ഷൻ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അതിലൊരു ഓപ്ഷൻ അവർ തിരഞ്ഞെടുത്തു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ആ ഒരു ഓപ്ഷൻ നിങ്ങളായിരുന്നു. അപ്പോൾ അതിനോടുള്ള, അതായത് കുറച്ചു നാളത്തേക്ക് മാത്രം ഒരു താല്പര്യം അവർ തിരഞ്ഞെടുത്ത ആ ഒരു കാര്യത്തിനോട് അവർക്കുണ്ടായിരുന്നു. അതിനുശേഷം അവർക്കിവിടെ ഒരു താല്പര്യമില്ലായ്മ വന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആദ്യ കാർഡ് എടുത്തപ്പോൾ തന്നെ മനസ്സിലായി, തീർച്ചയായിട്ടും ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു കാർമിക് കണക്ഷൻ ആണ്. പക്ഷെ നിങ്ങളിവിടെ കരുതി വെച്ചിരുന്നത് നിങ്ങളുടെ സോൾമേറ്റ് ആണ് ഈ ഒരു വ്യക്തി, അതല്ലെങ്കിൽ നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആണ് ഈ ഒരു വ്യക്തി എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഇവിടെ കരുതി വെച്ചിരുന്ന ഒരു എനർജി ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഈ ഒരു സമയത്ത് മാറി നിൽക്കുകയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ പ്രത്യേകിച്ചൊരു സങ്കടവും ഇല്ല എന്നാണ് കാണിക്കുന്നത്. അവർ ഹാപ്പി ആയിട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെയധികം ദുഃഖമായ, അതായത് വളരെയധികം ഒരു സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥയൊക്കെയാണ് കാണിക്കുന്നത്. അതായത് ഇവർ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിങ്ങൾ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. നമുക്ക് നോക്കാം, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആണോ അതോ
കാർമിക് ലെസൺ പഠിപ്പിക്കുവാൻ വന്ന വ്യക്തിയാണോ? ക്യൂൺ ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് ഇനി നിങ്ങൾ മാറുക എന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇപ്പോഴും, അതായത് നമുക്ക് 8 ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോഴും ഒരു അതായത് നിങ്ങൾക്ക് അതിൽ നിന്ന് ആ ഒരു വ്യക്തിയുടെ ആ ഒരു എനർജിയിൽ നിന്നും പുറത്തോട്ട് വരാൻ സാധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്തോട്ട് വരാനായിട്ട് സാധിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നതെന്ന് വെച്ചാൽ ഒരു ക്യൂൺ ഓഫ് പെന്റക്കിൾസ്, നിങ്ങളൊരു ക്യൂൺ ഓഫ് പെന്റക്കിൾസ് ആക്കാനായിട്ടാണ് ഇവർ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നതായിട്ട് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടേതായ ഒരു സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സമയത്ത് കൂടുതലും നിങ്ങൾ മറ്റുള്ളവരെയാണ് സ്നേഹിച്ചിരുന്നത്, നിങ്ങൾ നിങ്ങളെ ഇതുവരെയും സ്നേഹിച്ചില്ല എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു വ്യക്തിയെ അല്ല സ്നേഹിക്കേണ്ടത്, നിങ്ങളെ തന്നെയാണ് സ്നേഹിക്കേണ്ടത് എന്നാണ് നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾ സ്വയം മാറുക എന്നാണ് ഈ ഒരു ക്യൂൺ ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്, ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്. 4 ഓഫ് സോർട്സിന്റെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ചിന്തകൾ കാരണം, അതുപോലെ തന്നെ ഏകാന്തമായിട്ടിരുന്ന ഒരവസ്ഥയൊക്കെ നിങ്ങൾക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തായാലും 4 ഓഫ് സോർട്സ് ആണ് കിട്ടിയേക്കുന്നത്, ഹീലാകാനായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ, അതുപോലെ തന്നെ നിങ്ങൾ മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ഒരു തളർച്ച ഈ ഒരു സമയത്ത് നിങ്ങൾ നേരിടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ സമയത്തിന് ഭക്ഷണം കഴിക്കാത്ത ഒരു അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിലൂടെ അവർക്കൊന്നും നഷ്ടപ്പെടാനുള്ളത് നിങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളത് ഒന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ശക്തരാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരുപാട് വേദന ഈ ഒരു വ്യക്തി തന്നിരിക്കാം, പക്ഷേ നിങ്ങളുടെ ആ ഒരു ആത്മാവിനെ വളർത്തുവാനായിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലോട്ടൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുവാനായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ആരെയും ആശ്രയിക്കരുത്. അതായത് ഈ ഒരു സമയത്തും നിങ്ങൾ ആരെയൊക്കെയോ ആശ്രയിച്ചാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷെ അതിനെ നിർത്തുക, പകരം നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് ശ്രമിക്കുക. അതായത് ആരെയും ആശ്രയിക്കാതെയും എനിക്ക് ജീവിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നതായിട്ടും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അല്ലാണ്ട് ഇതുപോലെ വേദനിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും നിങ്ങൾക്ക് നേടാനായിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായ വളർച്ച, ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടാകും, അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങാനായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു കാർമിക് ലെസൺ ആണ്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ടാണ് ഇവർ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നത്. ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയി. ഇതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഇനിയെങ്കിലും നിങ്ങൾ അത് അറിഞ്ഞ് ഉണർന്ന് പ്രവർത്തിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.